ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കാവേരി ഇന്നത്തെ എപ്പിസോഡ് തന്നെ പൊളിച്ചെടുക്കാണ്. ആദ്യം തന്നെ കാണിക്കുന്നത് പൂജ നടക്കുന്ന സമയത്ത് ജയബാലൻ്റെ അടുത്തേക്ക് നമ്മുടെ കാവേരി അമ്മയെയും അച്ഛമ്മയെയും സഹോദരിമാരെയും കൂട്ടി വരുന്നതാണ്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ നമ്മുടെ കാവേരി ജയബാലൻ്റെ അടുത്ത് കഴിച്ചു കൊണ്ടിങ്ങാണ്ട് പറയാണ്, കുറച്ച് മുൻപ് വരെ നിങ്ങൾ പറഞ്ഞത് അച്ഛൻ അഡ്വാൻസ് വാങ്ങിയിട്ട് പിൻവാങ്ങിയെന്നല്ലേ, പിന്നെ എങ്ങനെയാണ് ഈ തോട്ടം നിങ്ങൾ വാങ്ങിയതെന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് തന്നെ നമ്മുടെ നിവീനാണെങ്കിൽ ആ മാനേജറെയും കൂട്ടി വരാണ്. അപ്പം മാനേജറും തന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ആ സത്യം പറയാം. അതായത് അരവിന്ദൻ ഫുൾ പൈസ തന്നിട്ടുണ്ടെന്ന്. ഗംഗയും ജയബാലൻ്റെ അടുത്ത് ചോദിക്കുക, അപ്പോൾ ഞങ്ങളുടെ അച്ഛൻ 2 വർഷത്തോളം അടച്ച പണം എവിടെ, അത് ആവിയായി പോയോന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നിവിൻ്റെ അമ്മയ്ക്കും തന്നെ ഒരു സംശയം തോന്നുകയാണ്, ഇതെന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന്. ശാരദയും ആകെ സങ്കടത്തോടെ ജയബാലനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പ്രാക്കുന്നുണ്ട്. ജയബാലൻ കുടുംബത്തോടെ മുടിഞ്ഞു പോകുമെന്നൊക്കെ പറഞ്ഞിട്ട്, സ്വത്തിന് വേണ്ടി താൻ എൻ്റെ അച്ഛൻ്റെ കൂടെ കൂടിയതല്ലേ, എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എല്ലാ സ്വത്തുക്കളും അടിച്ചു മാറ്റിയതല്ലേ താനെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജയബാലൻ്റെ കഴുത്തിൽ കയറി പിടിക്കുകയാണ് നമ്മുടെ കാവേരി. ഇവരെ എല്ലാം നിവിനാണ് ഇവിടേക്ക് കൊണ്ടുവന്നതറിഞ്ഞിട്ട് നമ്മുടെ ജയബാലനും നിവിൻ്റെ അമ്മയും നിവിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. മാനേജറും കൂടി സത്യങ്ങൾ പറഞ്ഞതോടെ ജയബാലൻ ആകെ ദേഷ്യത്തിൽ നിൽക്കാണ്. പക്ഷേ എന്നാലും ശാരദയുടെ അടുത്തൊക്കെ ഒരു പുല്ലുവില എന്ന രീതിയിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്